ഇ.പി. ജയരാജന്റെ പുസ്തക വിവാദത്തിൽ കേസെടുക്കാൻ എ.ഡി.ജി.പിയുടെ നിർദ്ദേശം. കോട്ടയം എസ്.പിക്കാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. വഞ്ചനാ കുറ്റം ചുമത്തിയാണ് കേസെടുക്കുക എന്നാണ് അറിയുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, ഇ.പി. ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ വലിയ ഒരു വിവാദങ്ങൾക്ക് വഴിമരുന്ന് ഇട്ടിരുന്നു. നമുക്കറിയാം, ഈ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത്തരം ഒരു ആത്മകഥയുടെ വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ ആത്മകഥയുടെ മുഴുവൻ PDF സ്വഭാവത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. തുടർന്നാണ് ഇ.പി. ജയരാജൻ ഇത് തൻ്റെ ആത്മകഥയല്ല, താൻ ആരുമായി ഇത്തരം ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇതിൽ ഇ.പി. ജയരാജൻ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ.ഡി.ജി.പി മനോജ് എബ്രഹാം കോട്ടയം എസ്.പിക്ക് കേസെടുക്കാം എന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. DC ബുക്സിന്റെ പബ്ലിക്കേഷൻ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്തായിരിക്കും കേസെടുക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഇവർ വാക്കാലുള്ള ഒരു കരാർ മാത്രമാണ് ഉള്ളത്. ഇ.പി. ജയരാജനും DC ബുക്കും നേരിട്ടുള്ള ഒരു കരാർ ഉള്ളതായി ഇതുവരെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേസെടുക്കാം, കേസുമായി മുന്നോട്ട് പോകാം എന്നൊരു നിയമോപദേശം കൂടി പോലീസിന് നേരത്തെ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കും. ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ ഈ DC ബുക്സിന്റെ പ്രധാനപ്പെട്ട ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് വഞ്ചന കുറ്റം ചുമത്തി കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം നടക്കുന്നത്. ഇതിൽ പല തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് വന്നിരുന്നു. ആത്മകഥയിൽ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ഇ.പി. ജയരാജന്റെ കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങളുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പി സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇ.പി. ജയരാജന്റെ ആത്മകഥയിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത് വലിയ തോതിൽ CPM സമയത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കേസെടുക്കണം എന്നൊരു നിലപാട് തന്നെയാണ് CPM ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും കേസെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് അപ്പോൾ ഇവിടെ DC രവിയും പ്രതിപട്ടികയിലേക്ക് വരാനിടയുണ്ടോ? DC രവി വരാനുള്ള സാധ്യത കുറവാണ്. ഇതിന്റെ ഈ പ്രസിദ്ധീകരണ വിഭാഗം മാനേജറെ പ്രതി ചേർക്കും എന്നുള്ളതാണ് നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഇനി DC ബുക്സിന്റെ ഉടമ എന്ന നിലയിൽ DC രവിയെ കൂടി പ്രതി ചേർക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലീസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ഈ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ടായിരിക്കും നിലവിൽ FIR ഇടുക. തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കണമോ എന്ന കാര്യത്തിൽ കൂടി തീരുമാനം എടുക്കും. ഇവിടെ DC-യും ഇ.പിയും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യമായതിനെ തുടർന്നാണ് ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടാവുക. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇ.പി. ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സും അതുപോലെ തന്നെ ഇ.പി. ജയരാജനും ഒരു ചർച്ചകൾ നടത്തിയിരുന്നു. അതിന് ഇ.പി. ജയരാജൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അത് സാധാരണ രീതിയിൽ ഒരു പ്രസിദ്ധീകരണാലയവും ഒരു എഴുത്തുകാരനും തമ്മിലുള്ള ഒരു കരാറിന്റെ രൂപത്തിലേക്ക് അത് പോയിരുന്നില്ല എന്നുള്ളതാണ്. അത് കൊണ്ട് തന്നെ ഈ നിയമപരമായി കേസുമായി മുന്നോട്ട് പോകാം, കേസെടുക്കാം, അത് കോടതിയിൽ നിലനിൽക്കും എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇ.പി. ജയരാജന്റെ പുസ്തക വിവാദത്തിലാണ് കേസെടുക്കാം എന്ന നിർദ്ദേശം എ.ഡി.ജി.പി നൽകിയിരിക്കുന്നത്. കോട്ടയം എസ്.പിക്കാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.